തിരുവനന്തപുരം കരമനയിൽ ബൈക്കിലെ ഹാൻഡിലിനുള്ളിൽ കയറിയ പാമ്പിനെ പുറത്തെടുത്ത അഗ്നിരക്ഷാസേന. വാഹനത്തിൽ സഞ്ചരിക്കവേ ഹാൻഡിൽ ബാറിനുള്ളിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരികയായിരുന്നു. ദേവൻ MP വിവരങ്ങളുമായി ചേരുകയാണ്. ദേവൻ, നമ്മൾ വേനൽക്കാലത്താണ് ഇത്തരത്തിൽ പാമ്പുകളുടെ വലിയ ശല്യം പറഞ്ഞത്. ഇപ്പോൾ വേനൽ മാറി മഴയായി, സാഹചര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വാതി, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാൻഡിൽ ബാറിൽ, ബൈക്കിന്റെ ഹാൻഡിൽ ബാറിൽ നമ്മുടെ ലൈറ്റിന്റെ അടക്കമുള്ള സ്വിച്ചുകൾ വരുന്ന ഭാഗത്ത്, ആ ഒരു ഭാഗത്താണ് ഇത്തരത്തിലൊരു പാമ്പ് ഈ ബൈക്കിന്റെ ഹാൻഡിലിനുള്ളിൽ കയറി കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് ആദ്യം ബൈക്ക് മുന്നോട്ടെടുത്ത സമയത്ത് ഈ പാമ്പിനെ കാണുകയും വീണ്ടും അദ്ദേഹം ബൈക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് ഓടിച്ചു. പക്ഷെ വീണ്ടും ഈ പാമ്പ് പുറത്തേക്ക് വന്നപ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധയിൽ വരികയും ഉടൻ തന്നെ ബൈക്ക് റോഡിന് സമീപത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. അടുത്ത് തന്നെയുള്ള അഗ്നിരക്ഷാ സേനത്തിലേക്ക്, ചെങ്കൽച്ചൂളയാണ് അവിടെ അടുത്തുള്ള അഗ്നിരക്ഷാ സേനാ നിലയം, അവിടേക്ക് തന്നെ ഉടൻ തന്നെ ഫോൺ വിളിക്കുകയും അവിടെ നിന്നുള്ള സേനാംഗങ്ങൾ എത്തി ഈ ഹാൻഡിൽ ബാറിനുള്ളിൽ നിന്നും ആ ഒരു ഭാഗം അതോടെ പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ടാണ് ആ ഒരു പാമ്പിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ യുവാവ് വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്നും പാമ്പ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഉടൻ തന്നെ അദ്ദേഹം ഈ അഗ്നിരക്ഷാ സേനത്തിലേക്ക് ഈ ഒരു സന്ദേശം അറിയിക്കുന്നത്. അവിടെ നിന്നും സേനാംഗങ്ങൾ എത്തിക്കൊണ്ട് ഈ പാമ്പിനെ പുറത്തെടുക്കുകയും. തിരുവനന്തപുരം കരമനയിലാണ് ബൈക്കിന്റെ ഹാൻഡിലിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത്. എന്തായാലും അഗ്നിരക്ഷാസേന എത്തി പാമ്പിനെ അവിടെ നിന്ന് മാറ്റി. ആ വിവരങ്ങളാണ് ദേവൻ നൽകിയത്.